ഓൺഹോയ്ക്ക് HR ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. അതുകൂടാതെ ഓരോ കാര്യവും നോക്കിയും കണ്ടും ചെയ്യുവാനുള്ള കഴിവും അവനുണ്ട്. എന്റെ ഹസ്ബൻഡിനെ വെച്ച് ഞാൻ പറയുകയാണ്, നിനക്ക് ഇതിനേക്കാളും നല്ല സെക്രട്ടറിനെ ഒരിക്കലും കിട്ടുവാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ മേയ് പറയുമ്പോൾ, യാങ്ങിന്റെ കേസിൽ എനിക്കിട്ട് പണി തന്ന വ്യക്തിയാണ് ഇതേ എന്നൊക്കെ ഓൺഹോനെ കുറിച്ച് ജിയോണും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, ഇവനെ തന്നെ നമുക്ക് സെക്രട്ടറി ആക്കിയേക്കാമെന്നൊക്കെ മിയയും പറയുന്നു. ഓൺഹോയും നേരത്തെ മിയയെ വീട്ടിൽ വന്നപ്പോൾ നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുകയാണ്. ജിയോന്റെ കീഴിലാണ് താൻ വർക്ക് ചെയ്യുക എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു ഓഫർ ഒന്നും വേണ്ട എന്നൊക്കെ അന്നേരം തന്നെ ഓൺഹോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. വലിയ വലിയ പൊസിഷനിലൊക്കെയുള്ള ഒരുപാട് ആൾക്കാരെ നിനക്ക് പരിചയപ്പെടുവാനായിട്ട് സാധിക്കുമെന്നും, വെറും 6 മാസം മാത്രം നീ അവൾക്ക് കീഴിൽ വർക്ക് ചെയ്താൽ മതി, പിന്നെ നിന്നെ ഞാൻ എങ്ങോട്ടെങ്കിലും ട്രാൻസ്ഫർ ഒക്കെ ആക്കിക്കോളാമെന്നും മിയെ പറഞ്ഞിട്ട് പോലും അവനതിനെ സമ്മതിക്കാതെയൊക്കെ നിൽക്കുമ്പോഴത്തേക്കും, ഈ ഒരു ജോലിക്കൊക്കെ കയറുകയാണെങ്കിൽ നിനക്ക് നിന്റെ മകളുടെ ഒപ്പം ഒരുപാട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുവാനായിട്ട് സാധിക്കുമെന്നൊരു വാഗ്ദാനം കൂടി മിയയെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ എന്റെ കൂടെ ഉള്ളത് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അതിനേക്കാളും എനിക്ക് ഇഷ്ടമുള്ളത് അച്ഛൻ എനിക്ക് ഒരുപാട് ടോയ്സ് ഒക്കെ മേടിച്ചു തരുമ്പോഴത്തേക്കുമാണ് എന്ന് ഇവൾ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്ന മിയയും, നേരത്തെ ഉൺഹോയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാലറിയേക്കാളും 50% ഒക്കെ കൂടുതലായിട്ട് കൂടി നൽകുന്നതായിരിക്കുമെന്ന് അവൾ പറയുമ്പോഴത്തേക്കുമാണ് ഉൺഹോയും എന്നാൽ പിന്നെ സെക്രട്ടറി ആയേക്കാമെന്നൊക്കെ വിചാരിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് എന്തോ മിസ്റ്റേക്ക് ഒക്കെ സംഭവിച്ചതാണ്, എന്തായാലും നിന്നെ ഞാൻ ജോലിക്കെടുക്കുകയില്ല എന്നൊക്കെ ജൂൺ പറയുമ്പോഴത്തേക്കും, ഞാൻ യാങ്ങിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, എന്റെ ഭാഗത്തായിരുന്നു തെറ്റൊക്കെ സംഭവിച്ചത്, നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്റെ സെക്രട്ടറി ആയിട്ട് ഇരിക്കുവാനായിട്ട് തയ്യാറാണെന്നൊക്കെ ഓൺഹോയും ജിയോന്റെ അടുത്ത് പറയുന്നു. ഞങ്ങൾ ഇവിടെ ഏത് രീതിക്കുള്ള വർക്കാണ് ചെയ്യുന്നതെന്ന് നിനക്കറിയാമോ? ഒരു മോറലും ഇല്ലാത്ത രീതിക്കൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്നായിരുന്നല്ലോ നീ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ബാക്കിയുള്ള കമ്പനികളെ ഇല്ലാതാക്കുകയാണെന്നും കൂടി നീ പറഞ്ഞില്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവളും അവിടെ നിന്നും ഇറങ്ങിയൊക്കെ പോകുന്നുണ്ട്. പിന്നീടാണ് ചെരുപ്പ് മാറുവാനായിട്ട് മറന്നുപോയെന്ന കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് അവൾ വീണ്ടും തിരിച്ചു കയറി വരുന്നത്. ഈ ഒരു സമയത്ത് അവളുടെ ചെരുപ്പൊക്കെ കണ്ടെത്തി കൊടുക്കുന്നത് പോലും ഉൺഹോ ആണ്. ജോൺ അങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കും തന്നെ ജോലിക്കൊന്നും എടുത്തു കാണുകയില്ല എന്നാണ് ഓൺഹോ വിചാരിക്കുന്നത്. പക്ഷേ മിയായി വന്നിട്ട്, എനിക്ക് ജിയോണിനെ നന്നായി തന്നെ അറിയാം, ഇത് നിന്നെ ജോലിക്ക് എടുത്തതിന്റെ സൂചനയാണെന്നൊക്കെ അവനോടും പറയുന്നു. മാത്രല്ല, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന എല്ലാ കണ്ടീഷൻസും വെച്ച് അവനെ മാത്രമേ താൻ ജോലിക്ക് എടുക്കുകയുള്ളൂ എന്നൊരു വാഗ്ദാനം കൂടി മിയായി തന്റെ ഹസ്ബൻഡിന്റെ പേരിലും അതുപോലെ തന്നെ ഉൺഹോ ഈ ഒരു വർക്കൊക്കെ നല്ല രീതിക്ക് ചെയ്യുമെന്ന് ബിയോളുടെ പേരിലും സത്യം ചെയ്യുന്നു. ഇനി മുതൽ ജിയോന്റെ സെക്രട്ടറി ആയിട്ട് ഉൺഹോ ഇവിടെ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിയയും ബാക്കിയുള്ള എംപ്ലോയീസിന്റെ അടുത്ത് ഉൺഹോനെ പരിചയപ്പെടുത്തിയൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും എല്ലാ എംപ്ലോയീസിനും ഒരുപാട് സന്തോഷമാവുകയാണ്. അതായത് ഇത്രയും നാളും ജിയോൺ എല്ലാ എംപ്ലോയീസിനെയും ഇട്ടിട്ടുമായിരുന്നല്ലോ കയറിക്കൊണ്ടിരുന്നത്, ഇനി മുതൽ അവർക്കിടയിലായിട്ട് ഉൺഹോ കൂടി വരുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു അവരുണ്ടായിരുന്നതും. ക്വാങ് ഹിയും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഷൂട്ടൊക്കെ ചെയ്യുന്നു. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തരായിട്ടൊക്കെ ഉൺഹോയും പരിചയപ്പെടുന്നു. അതിൽ പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ക്യുങ് ഹോയാണ്. ക്യുഹ വർക്ക് ചെയ്യുന്നത് ഒരു കൺസൾട്ടന്റ് ഒക്കെ ആയിട്ടാണ്. മാത്രമല്ല, ജിയോൺ ആയിരുന്നു അവളുടെ റോൾ മോഡൽ. വെറുക്കപ്പെടുന്നതിലെ ധൈര്യം എന്ന പേരിട്ടിട്ടുണ്ടായിരുന്ന ഒരു ബുക്കൊക്കെ ഇപ്പോൾ ഊൺഹോയ്ക്കും അവൾ കൊടുക്കുകയാണ്. അവൾ ഓൾറെഡി അതൊക്കെ വായിച്ച് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് ജിയോന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഇനി ജിയോന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് സെക്രട്ടറി ആയിട്ടുള്ള ഊൺഹോ ആണല്ലോ. സോ ആ ഒരു ബുക്കൊക്കെ വായിക്കുവാനായിട്ടാണ് അവളും പറയുന്നത്. അടുത്തതായിട്ട് ക്വാങ്ഹിയും അവനെ പോയി പരിചയപ്പെടുകയൊക്കെയാണ്. ക്വാങ്ഹിക്ക് ഒരുപാട് ഫാഷൻ സെൻസ് ഒക്കെ ഉള്ള കൂട്ടത്തിലാണ്. സോ ഉൺഹോയ്ക്കും ഇതേ രീതിക്കുള്ള ഫാഷൻ സെൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഞാൻ നിന്നെ ബ്രോ എന്നൊക്കെ വിളിച്ചോട്ടെ എന്ന് ക്വാങ് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് അവിടേക്ക് ജോഹോൺ എത്തുന്നത്. ജോഹോണും നേരെ നടന്നു വന്നിട്ട് വീഴുവാനൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ഉൺഹോയും അവനെ പിടിച്ചൊക്കെ നിർത്തുന്നു. സോ ഇത്രയ്ക്ക് സ്ട്രെങ്ത് ഒക്കെ ഉള്ള ഒരു വ്യക്തിയെ താനും സെക്രട്ടറി ആയിട്ടൊക്കെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് അവനും അവന്റെ വഴിക്കൊക്കെ പോവുകയാണ്. ജിയോനെ കാണുവാനായിട്ട് ഒരു സ്ത്രീ എത്തുകയാണ്. അവര് സെലിം ഗ്രൂപ്പിന്റെ ഡയറക്ടറാണ്. നേരത്തെ വർക്ക് ചെയ്ത സ്ഥലത്ത് നിന്നും സെലിൻ ഗ്രൂപ്പ് എന്ന കമ്പനിയിലേക്കുള്ള ഡയറക്ടർ സ്ഥാനത്തേക്ക് പോലും അവരെ നിയമിച്ചിട്ടുണ്ടായിരുന്നത് ജിയോൺ ആണ്. സോ വീണ്ടും അവർ ജിയോണിനെ കാണുവാനായിട്ട് വന്നിട്ടുള്ളത് സിയോയുടെ ഒരു പ്രൊജക്ടുമായി ബന്ധപ്പെട്ടാണ്. സെലിം ഗ്രൂപ്പ് നിലവിൽ ഒരു ബേക്കറിയൊക്കെയാണ് നടത്തി വരുന്നതെങ്കിൽ പോലും വലിയൊരു ബിൽഡിംഗ് ഒക്കെ പണിതിട്ട് അതുമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ടായിരുന്നു അവിടുത്തെ സിഒയ്ക്ക് ആഗ്രഹം. സോ ഈ ഒരു ബിൽഡിംഗ് ഒക്കെ പണിയുവാനായിട്ട് ചുമതല ഏൽപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിനെയൊക്കെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ആ വ്യക്തിനെ കണ്ടെത്തുവാനായിട്ടാണ് അവരിപ്പോൾ ജിയോണിനെ സമീപിച്ചിട്ടുള്ളത്. ജിയോണും ഇപ്പോൾ അവളുടെ കമ്പനിയിലേക്കൊക്കെ കോൾ ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ള ആൾക്കാരെ കൂടാതെ വെളിയിൽ നിന്നും കൂടി ആൾക്കാരെ കുറിച്ചൊക്കെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. നല്ല രീതിക്കുള്ള ആർക്കിടെക്ട്സിനൊക്കെ നമ്മൾ കണ്ടെത്തണം. മാത്രമല്ല, അവരൊരു പ്രൊജക്ടിന്റെ പ്ലാനിങ് മുതൽ കൺസ്ട്രക്ഷൻ വരെ ഏത് രീതിക്കാണ് നടത്തുന്നതെന്നൊക്കെ അന്വേഷിച്ചിട്ട് അതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരാളെ സെലക്ട് ഒക്കെ ചെയ്യണമെന്ന രീതിക്കാണ് ജിയോണും സംസാരിക്കുന്നത്. ഇതെല്ലാം തന്നെ കേട്ടുകൊണ്ട് കരിയർവയുടെ സിഇഒ ആയിട്ടുള്ള ഹൈജിനും എത്തുന്നു.
അങ്ങനെ അവർ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്ന സമയത്താണ് ഹൈജിനും ജിയോണും ഒരേ ഹീൽസൊക്കെയാണ് ഉള്ളതെന്ന കാര്യം അവളും മനസ്സിലാക്കുന്നത്. സോ ഇനി മുതൽ ഞാൻ ഈ ഷൂസ് ഒന്നും ഇടുന്നതായിരിക്കുകയില്ല എന്നൊക്കെ ജിയോൺ പറയുമ്പോഴത്തേക്കും, നിനക്ക് ഓൾറെഡി നിന്റെ കുറെ അധികം കാൻഡിഡേറ്റ്സിനെയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ഇരിക്കെ ഇനി ചെരുപ്പിന്റെ കൂടി പൈസ ഒക്കെ കൊടുത്ത് അത് നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാനങ്ങ് ചെരുപ്പൊക്കെ മാറിക്കോളാം എന്ന രീതിക്കാണ് ഹൈജിനും സംസാരിക്കുന്നത്. പിന്നീട് അവർ ഒന്നും രണ്ടും ഒക്കെ പറഞ്ഞു കേട്ട് ആകെ മൊത്തത്തിൽ അടികൂടുന്ന രീതിക്കൊക്കെയാണ് സംസാരിക്കുന്നത്. നിനക്ക് ശരിക്കും ഉറങ്ങുവാനൊക്കെ സാധിക്കുന്നുണ്ടോ? ഞാൻ എല്ലാ ദിവസവും നിന്റെ നാശത്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് പോലും. എന്തായാലും നിനക്ക് ഇവിടുത്തെ ജോലിയൊക്കെ നഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു ജോലിയൊക്കെ സംഘടിപ്പിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് ഹൈജിനും പോകുന്നു. ഹൈജിനും ഒരു കടയിലൊക്കെ ചെന്ന് പുതിയ ഷൂസ് ഒക്കെ മേടിക്കുന്നുണ്ട്. മാത്രല്ല പഴയതൊക്കെ കൊണ്ടുപോയി കളഞ്ഞേക്കുവാനാണ് അവൾ പറയുന്നത് പോലും. ജൂൺ തിരിച്ച് ഓഫീസിലേക്ക് എത്തുമ്പോഴത്തേക്കും ഉൺഹോ അവളെ ഗ്രീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവളും മൈൻഡ് പോലും ചെയ്യാതെ അകത്തേക്കൊക്കെ കയറിപ്പോകുന്നു. അത് കണ്ടിട്ടുണ്ടായിരുന്ന മിയയും അവളുടെ അടുത്ത് വന്ന് അവളെ വഴക്ക് പറയുകയാണ്. ഇന്ന് ഒൺഹോ ആദ്യമായിട്ട് ഓഫീസിൽ വന്ന ദിവസമാണ്. അങ്ങനെയിരിക്കെ അവൻ നിന്നെ ഗ്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിനക്ക് തിരിച്ചും അവനെ ഗ്രീറ്റ് ചെയ്ത് വിടായിരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മിയെ സംസാരിക്കുമ്പോഴത്തേക്കും അതിന് ഞാൻ ആരെയും കണ്ടില്ലല്ലോ എന്നൊരു മറുപടിയൊക്കെ ജിയോണും കൊടുക്കുകയാണ്. സോ ജിയോണിന് മറവി കാരണം എല്ലാവരും മറന്നു പോയി കാണുമെന്നൊക്കെ വിചാരിക്കുന്ന മിയയും നീ എന്നെയെങ്കിലും ഓർക്കുന്നുണ്ടോ എന്നൊക്കെ അവളോട് ചോദിക്കുമ്പോഴത്തേക്കും ഒരാളെ സിഇഒ ഒരുപാട് വെറുക്കുന്നുണ്ടെന്നും അയാളെ ജോലിക്ക് എടുക്കരുതെന്നും പല ആവർത്തി പറഞ്ഞിട്ട് പോലും അതൊന്നും തന്നെ കേൾക്കാതെ അതേ വ്യക്തിനെ തന്നെ ജോലിക്കെടുത്ത് സിഇഒയുടെ ഫ്രണ്ട് അല്ലേ നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജൂൺ സംസാരിക്കുമ്പോഴത്തേക്കുമാണ് അവൾക്ക് ഓർമ്മയൊന്നും നഷ്ടപ്പെട്ടില്ല എന്നൊക്കെ ഓർത്തുകൊണ്ട് മിയയും സമാധാനിക്കുന്നത്. എന്തായാലും ജിയോണായിട്ട് ഉൺഹോയിനെ നല്ല രീതിക്കൊന്നും കാണുവാനായിട്ട് പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന മിയയും അവന് ചെയ്യുവാനായിട്ടുള്ള ചുമതലകളെല്ലാം തന്നെ അവനെ ഏൽപ്പിക്കുന്നു. ജിയോന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലയൻസിനെയും കാൻഡിഡേറ്റ്സിനെയും മനസ്സിലാക്കിയിട്ട് അവരെ കുറിച്ചൊക്കെ പഠിക്കുവാനായിട്ടാണ് ആദ്യമായിട്ട് മിയ അവന് ടാസ്ക് കൊടുക്കുന്നത്. ഈ ഒരു കാര്യങ്ങളിൽ സ്ലോ ആയിട്ടിരിക്കുന്നതും അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മറന്നു പോവുകയും ചെയ്യുന്നത് ഒരിക്കലും ജിയോന് ഇഷ്ടമില്ല. അവൾ എപ്പോഴെങ്കിലും നിന്റെ അടുത്ത് ഈ ഒരു ക്ലയൻസിനെ കുറിച്ചോ കാൻഡിഡേറ്റ്സിനെ കുറിച്ചോ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതിന് കൃത്യമായി തന്നെ അപ്പോൾ തന്നെ നീ മറുപടി പറയേണ്ടതായിട്ടുണ്ട്. എല്ലാ മീറ്റിംഗും കൃത്യമായി നീ ഷെഡ്യൂൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ഏതെങ്കിലും അപ്പോയിന്റ്മെന്റ് ഒക്കെ ലേറ്റ് ആകുന്നത് അവൾക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എല്ലാ ദിവസവും അവൾക്ക് എന്തൊക്കെ രീതിക്കുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് തന്നെ എഴുതിയൊക്കെ നീ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവൾ രാവിലെ വരുമ്പോൾ തന്നെ അതൊക്കെ തന്നെ അവൾ കാണുകയും ചെയ്യണം. ഇല്ല എങ്കിൽ കൂടുതൽ പ്രശ്നമാകുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു മിയയും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ അതനുസരിച്ച് ഓരോ ആൾക്കാരെ കുറിച്ച് പഠിക്കുകയും അതുപോലെ തന്നെ പിറ്റേ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള രീതിക്ക് കൃത്യമായി തന്നെ എഴുതി ചിട്ടപ്പെടുത്തി വെക്കുകയുമായിരുന്നു ഉൺഹോ ചെയ്തതും. ജിയോൺ പിറ്റേ ദിവസം ഓഫീസിലേക്ക് വരുമ്പോൾ തന്നെ ഓഫീസ് മൊത്തത്തിൽ മാറി മറിഞ്ഞൊക്കെ കിടക്കുകയായിരുന്നു. എല്ലാ രീതിക്കും വൃത്തിയൊക്കെയുള്ള ഒരു ഓഫീസായിട്ട് അത് മാറിയിട്ടുണ്ടായിരുന്നു. അവളും അവളുടെ മീറ്റിങ്ങിനെ കുറിച്ച് എല്ലാം തന്നെ നോക്കുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് കുറച്ച് പേപ്പേഴ്സ് ഒക്കെ നോക്കിയിട്ട് അതെല്ലാം തന്നെ വലിച്ചെറിഞ്ഞിട്ടൊക്കെ അവളും ഇറങ്ങിപ്പോകുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ ഇറങ്ങിപ്പോയതെന്ന് അറിയാതെ മിയയെ തിരിച്ച് ഓഫീസിനകത്തേക്കൊക്കെ വരുമ്പോഴത്തേക്കുമാണ് എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവൻ പേപ്പേഴ്സിൽ സ്റ്റേപ്ലിംഗ് കുത്തിയിട്ടുണ്ടായിരുന്നത് 45 ഡിഗ്രി ആംഗിളിലായിരുന്നില്ല. അതുകൊണ്ടാണ് അവൾ അതുപോലെ ഇറങ്ങിപ്പോയതെന്ന് പറഞ്ഞ് ഇനി മുതൽ കൃത്യമായി തന്നെ ഡയഗണൽ ആയിട്ടൊക്കെ നീ സ്റ്റേപ്ലിംഗ് കുത്തേണ്ടതായിട്ടുണ്ടെന്നും കൂടി മിയെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ അടുത്ത കാണാം. ബൈ.